എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ ശോധന ചെയ്യുന്നത് എന്ന് നീ ദൈവത്തോട് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായ മറുപടിയാണ്, എനിക്ക് നിന്നെ ഉയർത്തണം. ഈ നിൽക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ അവർ ചോദിച്ചാൽ എന്തുകൊണ്ട് ബിനിൽ, എന്തുകൊണ്ട് നിങ്ങളുടെ പേര് ചേർത്തോ, എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ ചില ചൂടേറിയ അനുഭവത്തിൽ കൂടെ കടത്തിവിട്ട് ദൈവം ഒരുക്കിയെടുത്തെങ്കിൽ അത് സന്തോഷമെന്ന് എണ്ണുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് ഹല്ലേലൂയ, സങ്കടമൊക്കെ വരും, നന്നായിട്ട് കരഞ്ഞോളണം. ഞാൻ പറയട്ടെ, നാളെ നിന്റെ ദേശം കാണും. ആമേൻ. കരിഞ്ഞ് ചാരമായി പോയി അനുഭവത്തിലല്ല, ദൈവം തേജസ്സോടെ എടുത്ത് നിർത്തിയ ഒരു കുടുംബമായി. നീ പ്രാർത്ഥിക്കുന്ന അമ്മയാണോ അപ്പനാണോ, നിന്റെ തലമുറ അങ്ങനെയേ നിൽക്കത്തുള്ളൂ. സ്തോത്രം. തേജസ്സോടെ നിൽക്കത്തുള്ളൂ, ശോഭയോടെ നിൽക്കത്തുള്ളൂ. ഇന്ന് കാണുന്ന സകല ആമേൻ ശൂന്യതകളും ശോധനകളും കഷ്ടങ്ങളും സങ്കടങ്ങളും ദൈവം ഹല്ലേലൂയ അനുവദിച്ച് വന്നതെങ്കിൽ ദൈവം ഒരു കിരീടം ഒരുക്കി വെച്ചിട്ട് അപ്പന് നിർബന്ധമുണ്ട്, എനിക്ക് അവനെ മാനിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയ്ക്കകത്ത് വേദന വരുമെങ്കിലും അതിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ നിലകളിൽ കർത്താവിനോടൊപ്പം ചേർന്ന് പോയാൽ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ഇടയായി തീരും.